ഇതാണ് കൊട്ടയ്ക്ക. ഇതാണ് കൊട്ടയ്ക്ക. ഇത് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ട്. ഇതിപ്പം പച്ചയാണ്. നല്ലതായിട്ട് പഴുക്കുമ്പം നല്ലൊരു മധുരമുണ്ട്. പക്ഷെ ഇതിപ്പം പച്ചയാണ്. ഒരു ചെറിയ ചവർപ്പൊക്കെ ഉണ്ട്. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. പച്ച, ഇത് പഴുത്തത്. നമുക്കൊന്ന് തിന്നു നോക്കാം. നല്ല മധുരമുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ കുക്കുമ്പറാണ്. നമ്മുടെ വീട്ടിലും കുക്കുമ്പറൊക്കെ ഉണ്ട്. നമ്മൾ അന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു കുക്കുമ്പറിൻ്റെ. ഇത് ചെറുതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളു. ഇത് അത്രയ്ക്ക് വലുതൊന്നുമല്ല, ചെറുതാണ്. ഇത് വളരുന്നതേ ഉള്ളു. ഒത്തിരി ഉണ്ട് ഗൈസ്. ഇത് അവിടം മരം ഉണ്ട് ഗൈസ്. അവിടം മരം. ഇത് ഇങ്ങോട്ട് പണിയത്. ഇത് നമ്മുടെ ഒരു കുളമായിരുന്നു. ഇതിനകത്ത് കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് ഒരു മീനെയൊക്കെ വളർത്തുമായിരുന്നു. നമ്മൾ കരടിയെ സിലോപ്പിയൊക്കെ വളർത്തുന്ന ഒരു കുളമായിരുന്നു. ഇപ്പം കുറച്ച് കരടിയൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ചത്തുപോയി. ഇവിടെ കുറച്ചും കൂടെ കുക്കുമ്പേഴ്സ് ഉണ്ട്. അപ്പുറത്ത് പാടമാണ്. ഒരു പുളിമരം. ഇത് ഗുളം പുളിയുടെ മരം. ഇനി വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ രണ്ടാമത്തെ ഒരു മരം കൂടെ ഉണ്ട്. ഇത് ചെറിയ കുളമാണ്. ഇതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് നെല്ല്. ഇതാണ് നെല്ല്. നമ്മൾ ഇത് വെച്ചാണ് അരി ഉണ്ടാക്കുന്നത്, ചോറുണ്ടാക്കുന്നത്. ചോറിന്റെ അരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പൊട്ടിച്ചോണ്ടാണ് നമ്മൾ ചോറിന്റെ അരി ഉണ്ടാക്കുന്നത്. ഫുള്ള് പാടങ്ങളാണ്. അങ്ങ് വരെ പാടങ്ങളാണ്. നോക്കൂ നല്ല ഫ്രഷ്. ചിലപ്പോൾ വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ്. നോക്കൂ ഗൈസ്, എന്ത് ഫ്രഷാണ്. ഗോൾഡൻ കളർ, അങ്ങ് വരെ ഗോൾഡൻ കളർ. നമുക്ക് ഇച്ചിരി കൂടെ അകത്തോട്ട് കയറാം. നല്ല രസം ഗൈസ് ഇതൊക്കെ കാണാൻ. നോക്കൂ ഗൈസ്, അങ്ങ് വരെ ഉണ്ട് ഗൈസ്. ഇത് നോക്കൂ ഗൈസ്, എന്താ മനോഹരമാണ്. എന്താ നല്ല നെല്ലുകൾ കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, ഇത് നല്ല നാടൻ കോളിഫ്ലവർ ആണ്. കണ്ടോ, നല്ല നാടൻ കോളിഫ്ലവർ. ഇത് അത്രയ്ക്ക് വലുതായിട്ടില്ല. ഇനി കുറച്ചും കൂടെ വലുതാകുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. ഒത്തിരി കോളിഫ്ലവർ ഉണ്ട് ഗൈസ്. ഇത് എല്ലാം നമ്മുടെ വീട്ടിലാണ്. നമ്മളിത് പറിക്കാൻ സമയമാകുമ്പോൾ നമ്മളിത് പറിക്കും. ഇത് ക്യാബേജ് ആണ്. ഇത് ബ്രൊക്കോളിയാണേ. ഇതാണ് ഉമ്മത്തുങ്ക. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സസ്യമാണിത്. ഈ കറ കണ്ടോ, ആ ബെറ്റാഡിയന്റെ ഓയിൽമെന്റിന്റെ നിറം ഇല്ലയോ, മഞ്ഞ വീണ കണ്ടോ, കണ്ടോ അത് നിറം.
സ്റ്റിച്ച് ഇടണ്ട, അത് അന്നേരം ഇത് അങ്ങോട്ട് തൂത്തിട്ട് കെട്ടിയാൽ മതി, കൂടിക്കോളും. ഇതാണ് ബെറ്റാഡിൻ ചെടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ മുറിവൊക്കെ ഉണ്ടാകുമ്പം ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ബെറ്റാഡിൻ്റെ കണ്ടോ, അത് നമ്മൾ മുറിവിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങും.